ടീച്ചേഴ്സ് അക്കാദമിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ റിലേറ്റ് ചെയ്തിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ്. ഇതിൽ PSCയുടെ റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ ഉണ്ട്, അല്ലാതെ കുറച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ട്. അപ്പം SBI എന്ന് പറയുന്നത് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ ആണ്. ഇന്ത്യയിലെ പൊതുമേഖലാ ബാങ്കുകളിലെ ഏറ്റവും വലിയ പൊതുമേഖലാ ബാങ്കാണ് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ. അപ്പോൾ അത് റിലേറ്റ് ചെയ്ത കുറച്ച് ക്വസ്റ്റ്യൻസ് നോക്കാം. ഫസ്റ്റത്തെ ക്വസ്റ്റ്യൻ, സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ നിലവിൽ വന്ന വർഷം ഏതാണ്? ഓപ്ഷൻ എ 1935, ഓപ്ഷൻ ബി 1948, ഓപ്ഷൻ സി 1955, ഓപ്ഷൻ ഡി 1969. സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ നിലവിൽ വന്നത് 1955 കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ സി ആണ്. അടുത്ത ക്വസ്റ്റ്യൻ, രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, ഇന്ത്യയിലെ ഏറ്റവും വലിയ പൊതുമേഖലാ ബാങ്ക് ഏതാണ്? ഓപ്ഷൻ എ പഞ്ചാബ് നാഷണൽ ബാങ്ക്, ഓപ്ഷൻ ബി ബാങ്ക് ഓഫ് ബറോഡ, ഓപ്ഷൻ സി കാനറ ബാങ്ക് ആൻഡ് ഓപ്ഷൻ ഡി സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ. നമ്മൾ ആദ്യം തന്നെ പറഞ്ഞല്ലോ, ഇന്ത്യയിലെ ഏറ്റവും വലിയ പൊതുമേഖലാ ബാങ്ക് എന്ന് പറയുന്നത് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ അല്ലെങ്കിൽ SBI ആണ്. ഓക്കെ, അപ്പോൾ കറക്റ്റ് ആൻസർ ഓപ്ഷൻ ഡി. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ, സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ സ്ഥാപിതമായത് ഏത് നിയമപ്രകാരമാണ്? ബാങ്കിങ് റെഗുലേഷൻ ആക്ട് 1949, ഓപ്ഷൻ ബി RBI ആക്ട് 1939, സി സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ ആക്ട് 1955 ആൻഡ് കമ്പനീസ് ആക്ട്. ഏത് ആക്ട് പ്രകാരമാണ്? സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ ആക്ട് 1955 പ്രകാരമാണ് SBI നിലവിൽ വന്നത്. കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ സി ആണ്. അടുത്ത ക്വസ്റ്റ്യൻ, താഴെ പറയുന്നവയിൽ SBIയുടെ അസോസിയേറ്റ് ബാങ്ക് അല്ലാത്തത് ഏതാണ്? ഓക്കെ, ഓപ്ഷൻ എ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ട്രാവൻകൂർ, ഓപ്ഷൻ ബി സ്റ്റേറ്റ് ബാങ്ക് ഓഫ് പട്യാല ആൻഡ് ഓപ്ഷൻ സി സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഹൈദരാബാദ്, ഓപ്ഷൻ ഡി പഞ്ചാബ് നാഷണൽ ബാങ്ക്. സ്റ്റേറ്റ് ബാങ്കിൻ്റെ അസോസിയേറ്റ് ബാങ്ക് അല്ലാത്തത് പഞ്ചാബ് നാഷണൽ ബാങ്ക് ആണ്. ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആൻസർ. ആൻഡ് ഫിഫ്ത്ത് ക്വസ്റ്റ്യൻ, സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ നിലവിൽ വന്നത് ഏത് ബാങ്കിന്റെ പരിവർത്തനം മൂലമാണ്? ആദ്യ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ എന്ന് പറഞ്ഞിട്ട് രൂപം കൊണ്ടതല്ല, ഏത് ബാങ്കിന്റെ പരിവർത്തനം മൂലമാണ് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ വന്നത്? ഓപ്ഷൻ എ ബാങ്ക് ഓഫ് ബംഗാൾ, ഓപ്ഷൻ ബി ഇമ്പീരിയൽ ബാങ്ക് ഓഫ് ഇന്ത്യ, ഓപ്ഷൻ സി റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ആൻഡ് ഓപ്ഷൻ ഡി പഞ്ചാബ് നാഷണൽ ബാങ്ക്. ഇമ്പീരിയൽ ബാങ്ക് ഓഫ് ഇന്ത്യക്ക് പരിവർത്തനം വന്നിട്ടാണ് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ ആയി മാറിയത്. അപ്പോൾ ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, സിക്സ്ത് ക്വസ്റ്റ്യൻ, താഴെ പറയുന്നവയിൽ SBIയുമായി ബന്ധമില്ലാത്തത് ഏതിനാണ്? ഫസ്റ്റ് വൺ, ഓപ്ഷൻ എ ഇമ്പീരിയൽ ബാങ്ക് ഓഫ് ഇന്ത്യ, ഓപ്ഷൻ ബി പ്രസിഡൻസി ബാങ്ക്സ്, ഓപ്ഷൻ സി SBI ആക്ട് 1955 ആൻഡ് ഡി RBI ആക്ട് 1949. SBI ആയിട്ട് റിലേഷൻ ഇല്ലാത്ത അല്ലെങ്കിൽ ബന്ധമില്ലാത്തത് ഏതാണെന്നാണ് ചോദിക്കുന്നത്. ഇമ്പീരിയൽ ബാങ്ക് ഓഫ് ഇന്ത്യ ആയിട്ട് ബന്ധമുണ്ടോ? ആ ഇമ്പീരിയൽ ബാങ്ക് ഓഫ് ഇന്ത്യ ആണ് പിന്നീട് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ ആയിട്ട് മാറിയത്. അപ്പം ഇതിന് ബന്ധമുണ്ട്, അപ്പം അതല്ല ആൻസർ. പ്രസിഡൻസി ബാങ്ക്, 3 പ്രസിഡൻസി ബാങ്കുകൾ ഉണ്ടായിരുന്നു. ആ 3 പ്രസിഡൻസി ബാങ്കുകൾ ലയിച്ചിട്ടാണ് ഇമ്പീരിയൽ ബാങ്ക് ഓഫ് ഇന്ത്യ ആയി. അപ്പോൾ അതിനും ബന്ധമുണ്ട്. SBI ആക്ട് 1955 പ്രകാരമാണ് എന്ത് രൂപം കൊണ്ടത്? സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ. അപ്പോൾ അതിനും ബന്ധമുണ്ട്. അപ്പം ബന്ധമില്ലാത്ത ഏതാണ്? RBI ആക്ട് 1949. RBI ആക്ട് ശരിക്കും 1949 1934 RBI ആക്ട് വന്നത്. RBI ആക്ട് കറക്റ്റ് 1934. ഓക്കെ, അപ്പോൾ ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആൻസർ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, സെവൻത് ക്വസ്റ്റ്യൻ, ഇമ്പീരിയൽ ബാങ്ക് ഓഫ് ഇന്ത്യ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ ആയി മാറിയത് ഏത് വർഷമാണ്? ഏത് വർഷമാണ്? 1921, 1935, 1949 ആൻഡ് 1955. സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ നിലവിൽ വന്ന വർഷം എന്ന് പറയുന്നത് 1955 ആണ്. അപ്പോൾ ഇമ്പീരിയൽ ബാങ്ക് ഓഫ് ഇന്ത്യ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ ആയത് 1955. ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആൻസർ. ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, എട്ടാമത്തെ ക്വസ്റ്റ്യൻ, ഇമ്പീരിയൽ ബാങ്ക് ഓഫ് ഇന്ത്യ രൂപീകരിക്കാൻ ലയിച്ചിരുന്ന 3 പ്രസിഡൻസി ബാങ്കുകൾ ഏതൊക്കെ? നമ്മളിപ്പം തൊട്ട് മുന്നേ പറഞ്ഞല്ലേ ഏതൊക്കെ ബാങ്കുകളാണെന്ന്. നമുക്ക് ഓപ്ഷൻസ് നോക്കാം. ബാങ്ക് ഓഫ് ഇന്ത്യ, ബാങ്ക് ഓഫ് ബംഗാൾ, ബാങ്ക് ഓഫ് മദ്രാസ്, ഓപ്ഷൻ ബി ബാങ്ക് ഓഫ് ബംഗാൾ, ബാങ്ക് ഓഫ് ബോംബെ ആൻഡ് ബാങ്ക് ഓഫ് മദ്രാസ്, ഓപ്ഷൻ സി പഞ്ചാബ് നാഷണൽ ബാങ്ക്, കാനറ ബാങ്ക്, ബാങ്ക് ഓഫ് ബറോഡ ആൻഡ് ഓപ്ഷൻ ഡി സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ, റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ആൻഡ് നബാർഡ്. ഏതൊക്കെയായിരുന്നു? ബാങ്ക് ഓഫ് ബംഗാൾ, ബാങ്ക് ഓഫ് ബോംബെ ആൻഡ് ബാങ്ക് ഓഫ് മദ്രാസ്. ഇവ മൂന്നും കൂടെ ലയിച്ചിട്ടാണ് ഇമ്പീരിയൽ ബാങ്ക് ഓഫ് ഇന്ത്യ ആയത്. അപ്പോൾ ഓപ്ഷൻ
ബി ആണ് കറക്റ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, 9th ക്വസ്റ്റ്യൻ. SBIയുടെ ആദ്യ രൂപമായ പ്രസിഡൻസി ബാങ്ക് അല്ലാത്തത് ഏതാണ്? ഇപ്പം നമ്മൾ തൊട്ട് മുന്നേ പഠിച്ച ക്വസ്റ്റ്യനിൽ നിന്ന് തന്നെ വന്നതാണ് അല്ലേ. ബാങ്ക് ഓഫ് ബംഗാൾ, ബാങ്ക് ഓഫ് ബോംബെ, ബാങ്ക് ഓഫ് മദ്രാസ് ആൻഡ് ബാങ്ക് ഓഫ് ഇന്ത്യ. ഇത് മൂന്നും എന്താണ്? പ്രസിഡൻസി ബാങ്ക്സുകളാണ്. അപ്പം അതിലല്ലാത്തത് ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, 10th ക്വസ്റ്റ്യൻ. SBI ഏത് പട്ടികയിൽ ഉൾപ്പെടുന്ന ബാങ്കാണ്? RBI ആക്ട് ഏത് പട്ടികയിൽ ഉൾപ്പെടുന്ന ബാങ്കാണ് SBI? ഓപ്ഷൻ എ ഷെഡ്യൂൾ 1, ഓപ്ഷൻ ബി ഷെഡ്യൂൾ 2, ഓപ്ഷൻ സി ഷെഡ്യൂൾ 4 ആൻഡ് നോൺ ഷെഡ്യൂൾഡ് ബാങ്ക്. SBI സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ ഉൾപ്പെടുന്നത് RBI ആക്ട് ഷെഡ്യൂൾ 2-ലാണ്. അപ്പം ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, SBIയുടെ അസോസിയേറ്റ് ബാങ്ക് ലയനം പൂർത്തിയായ വർഷം ഏതാണ്? 5 ബാങ്കുകളുടെ ലയനം, അസോസിയേറ്റ് ബാങ്കുകളുടെ ലയനം പൂർത്തിയായ വർഷം ഏതാണ്? ഓപ്ഷൻ എ 2015, ഓപ്ഷൻ ബി 2016, ഓപ്ഷൻ സി 2017 ആൻഡ് ഓപ്ഷൻ ഡി 2019. 2017-ലാണ് SBI അസോസിയേറ്റ് ബാങ്കുകളുടെ ലയനം പൂർത്തിയായത്. ഓക്കെ, ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ, 12ാമത്തെ ക്വസ്റ്റ്യൻ. താഴെ പറയുന്നവയിൽ SBIയുടെ പ്രവർത്തനം അല്ലാത്തത് ഏതാണ്? നെഗറ്റീവ് ക്വസ്റ്റ്യൻ ആണ്. അല്ലാത്തത് ഏതാണ്? ഓക്കെ, നിക്ഷേപങ്ങൾ സ്വീകരിക്കൽ, വായ്പ നൽകൽ, നോട്ട് അച്ചടിക്കൽ ആൻഡ് ചെക്ക് ക്ലിയറിംഗ്. നിക്ഷേപം സ്വീകരിക്കൽ ചെയ്യലുണ്ട്. SBI ചെയ്യുന്ന ഒരു പ്രവർത്തനമാണ്. വായ്പ നൽകുന്നുണ്ട്. നിക്ഷേപം സ്വീകരിക്കലും വായ്പ നൽകലും അതിൻ്റെ ഒരു പ്രധാന ധർമ്മമാണ്. നോട്ട് അച്ചടിച്ചിറക്കുന്നത് ആരാണ്? നോട്ട് അച്ചടിച്ചിറക്കുന്ന ഫംഗ്ഷൻ RBIയുടെയാണ്. RBIക്കാണ് നോട്ട് അച്ചടിച്ച് ഇറക്കാനുള്ള അധികാരം ഉള്ളത്. RBIക്കാണ് നോട്ട് അച്ചടിച്ചിറക്കാനുള്ള അധികാരം. അപ്പം ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ. ആൻഡ് 13ാമത്തെ ക്വസ്റ്റ്യൻ. ഇന്ത്യയിൽ ആദ്യമായി ഗ്രീൻ കാർഡ് ലോൺ അവതരിപ്പിച്ചത് ഏത് ബാങ്കാണ്? ഓപ്ഷൻ എ ICICI ബാങ്ക്, ഓപ്ഷൻ ബി ബാങ്ക് ഓഫ് ബറോഡ, ഓപ്ഷൻ സി സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ ആൻഡ് ഓപ്ഷൻ ഡി പഞ്ചാബ് നാഷണൽ ബാങ്ക്. കറക്റ്റ് ആൻസർ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ ആണ്. ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ. ഗ്രീൻ കാർഡ് ലോൺ ആദ്യമായിട്ട് അവതരിപ്പിച്ചത് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ ആണ്. പക്ഷേ അതിനുശേഷം മറ്റു ബാങ്കുകളും അവതരിപ്പിച്ചിട്ടുണ്ട്, വേറെ പല പേരുകളിലാണ്. ഈ ഗ്രീൻ കാർഡ് ലോണിൻ്റെ ഉദ്ദേശം എന്ന് പറഞ്ഞത് പരിസ്ഥിതി സൗഹാർദ്ദമായിട്ടുള്ള കാറുകൾ കൂടുതൽ ഉണ്ടാവുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ്. അപ്പോൾ കുറഞ്ഞ പലിശ നിരക്കിലും ദീർഘകാല അടവുകളോടു കൂടിയുമാണ് ഈ ഗ്രീൻ കാർഡ് ലോണ് നൽകുന്നത്. അത് ആദ്യമായിട്ട് അവതരിപ്പിച്ചത് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയാണ്. ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ. ആൻഡ് ലാസ്റ്റ് ക്വസ്റ്റ്യൻ, SBIയുടെ ആസ്ഥാനം എവിടെയാണ്? SBIയുടെ ആസ്ഥാനം ഓപ്ഷൻ എ ഡൽഹി, ഓപ്ഷൻ ബി ചെന്നൈ ആൻഡ് ഓപ്ഷൻ സി മുംബൈ ആൻഡ് ഓപ്ഷൻ ഡി കൽക്കത്ത. എവിടെയാണ് ആസ്ഥാനം? SBIയുടെ ആസ്ഥാനം വരുന്നത് ഓപ്ഷൻ സി മുംബൈയിലാണ്. കറക്റ്റ് ആൻസർ ഓപ്ഷൻ സി. SBI റിലേറ്റഡ് ക്വസ്റ്റ്യൻസ് ആണ് നമ്മളിവിടെ ഇപ്പോൾ ഡിസ്കസ് ചെയ്തത്. മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. ഓക്കെ, താങ്ക് യു.